ഹലോ, അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ച് ചെറിയ ചെറിയ സ്റ്റോറേജ് സൊല്യൂഷൻസ്, ഓർഗനൈസിങ് ഐഡിയാസ്, ഇതൊക്കെ ഞാൻ എൻ്റെ കിച്ചണിൽ എങ്ങനെയാണ് ചെയ്തേക്കുന്നത് ആ കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമേ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കുറവുള്ള കിച്ചണിൽ നമുക്കിതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഹുക്സ്, വാൾ ഹുക്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഒരുപാട് വെയിറ്റ് ഇല്ലാത്ത ഐറ്റംസ് നമുക്ക് ഹാങ് ചെയ്യാം. ഇതുപോലെ സിസേഴ്സ്, അതുപോലെ പാത്രം ചൂട് ഇല്ലാതെ പിടിക്കുന്ന ഹോൾഡർ, അതുപോലെ ഏപ്രൺ, അങ്ങനെയുള്ള അധികം വെയിറ്റ് ഇല്ലാത്ത കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇതുപോലെ ക്യാബിനറ്റ് ഡോർസിൻ്റെ അകത്തൊക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് കുഞ്ഞ് അധികം വെയിറ്റ് ഇല്ലാത്ത ഡെക്കോർ പീസസും നമുക്കിതുപോലെ ഹാങ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇനി വരുന്നത് നമ്മുടെ അവൻ്റെ അകത്തൊക്കെ വരുന്ന ഇതുപോലുള്ള ഗ്രില്ലിൻ്റെ ഒക്കെ സ്റ്റാൻഡുണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യാതെ വെക്കുകയാണ് പതിവ്. പക്ഷേ ഇത് നമുക്കൊരു ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ടീ കപ്സ് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് നന്നായിട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ സോസർ താഴെ വെച്ചിട്ട്, യൂഷ്വലി ഇത് ഇച്ചിരി കൂടി ഹൈറ്റുള്ള മോഡലാണെങ്കിൽ നമുക്കിത് നല്ലൊരു സ്പേസ് സേവിങ് ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതുപോലെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് നൈഫ് ഹോൾഡേഴ്സും സ്പൂൺ ഹോൾഡേഴ്സും എല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ നമുക്കിഷ്ടമുള്ളവ ചൂസ് ചെയ്ത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതുപോലെ ഒരുപാട് സെറാമിക് ഫ്ലവർ പോട്ട്സ് അവൈലബിൾ ആണ്. അത് വാങ്ങിയിട്ട് നമുക്കിതുപോലെ നൈഫ്സും മറ്റ് സ്പൂൺസും എല്ലാം വയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. നല്ലൊരു കിച്ചൺ ഡെക്കോറായിട്ടും ഇത് യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതുപോലുള്ള ട്രാൻസ്പെറൻറ്റ് ബിഗ് ബാസ്ക്കറ്റ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൽ ഒരുപാട് ഐറ്റംസ്, നമ്മുടെ പാൻട്രിയിൽ വരുന്ന ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കുറവുള്ളവർക്ക് ഇതുപോലുള്ള നല്ല ബോക്സസ് വാങ്ങി വെക്കുകയാണെങ്കിൽ എളുപ്പം കാണാനും എടുക്കാനും നല്ല സൗകര്യപ്രദമാണ്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് കൊള്ളുകയും ചെയ്യും, ഒരുപാട് വെയിറ്റുള്ള ഐറ്റംസ് തന്നെ കൊള്ളുകയും ചെയ്യും. നമുക്ക് ഈസിലി നീറ്റായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി ഫ്രൂട്ട്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള 2 തട്ടുള്ള ഫ്രൂട്ട് ബാസ്ക്കറ്റ്സ് നമുക്ക് വാങ്ങി വെക്കാം. അപ്പം വെർട്ടിക്കൽ സ്പേസ് കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് പൊട്ടറ്റോ, ഒണിയനൊക്കെ സ്റ്റോർ ചെയ്യുന്ന ബാസ്ക്കറ്റായിട്ടും ഇത് യൂസ് ചെയ്യാം. ഫ്രൂട്ട്സ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ അടുത്ത് വാങ്ങിയൊരു ബാസ്ക്കറ്റാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു നെറ്റ് കവറിങ് ഉണ്ട്. അപ്പോൾ പല്ലി പാറ്റ പോലുള്ള ഇൻസെക്ട്സിൽ നിന്നൊക്കെ നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ തരും. എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. അതിൻ്റെ സിപ്പ് അത്ര ക്വാളിറ്റിയില്ല. അപ്പോൾ നമ്മളൊന്ന് സൂക്ഷിച്ച് യൂസ് ചെയ്താൽ മതി. ഈ ബാസ്ക്കറ്റൊക്കെ ആമസോണിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതൊരു ഓവർ ദ ഡോർ സ്റ്റോറേജ് സ്റ്റാൻഡാണ്. ഇതിപ്പോൾ നമ്മൾ സിങ്കിൻ്റെ അടുത്തുള്ള ഐറ്റംസ് വെക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാം. ഇതുപോലെ കബോർഡിൻ്റെ ഡോറിൽ നമുക്കിതുപോലെ ഹാങ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഇതിനകത്ത് വെക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഓയിൽ ക്യാൻസ്, കോക്കനട്ട് ഓയിൽ, പിന്നെ വേറെ സൺഫ്ലവർ ഓയിൽ, പിന്നെ നെയ്യിൻ്റെ ബോട്ടിൽ, അങ്ങനെ നമുക്ക് വെക്കാം. അതല്ലെങ്കിൽ നമ്മുടെ മസാലാസ്, ആ ബോട്ടിൽസ് വെക്കാം. അതും അല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂസ്, പലതരം കിച്ചൺ ടവൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് വെക്കാൻ വേണ്ടിയും നമുക്ക് യൂസ് ചെയ്യാം. ഇനി വരുന്നത് ഇതുപോലെ തട്ടുള്ള സ്റ്റാൻഡുകളാണ്. ഇത് നമുക്ക് ഇതുപോലെ കിച്ചൺ കബോർഡിലെ സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതുപോലെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മുടെ കബോർഡ്സ് കീപ്പ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. ആ സ്റ്റാൻഡ് വെച്ചിട്ട് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം, ഒരേ ഹൈറ്റിലുള്ള പാത്രങ്ങൾ നമുക്ക് ഡിഫറെൻറ്റ് ഹൈറ്റ്സിൽ കിട്ടും. അപ്പോൾ നമുക്ക് എടുക്കാനും എളുപ്പമാണ്. അതല്ലെങ്കിൽ ബാക്കിൽ വരുന്ന പാത്രങ്ങൾ താഴ്ന്ന് പോകുമ്പോൾ നമുക്ക് എടുക്കാനും വെക്കാനും കാണാനും എല്ലാം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളാണ്. അതുപോലെ ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് ഒരു തട്ടിനെ തന്നെ 2 ലെവലായിട്ട് തിരിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ മാക്സിമം സ്പേസ് യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഇടയിൽ വരുന്ന സ്പേസിൽ നമുക്ക് ഓയിൽ ക്യാൻസ് അങ്ങനെയും വെക്കാം. അപ്പോൾ ഒരേപോലുള്ള കുപ്പികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കബോർഡ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ ടപ്പർ വെയറിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വെർട്ടിക്കൽ സ്പേസ് സേവ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് സ്റ്റാക്ക് ചെയ്ത് വെക്കാനും പറ്റും. ഇതുപോലെ ടോൾ ബോക്സസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ കബോർഡ് ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും.
ഇനി ഷെൽഫ് സ്പേസ് തീരെ കുറവുള്ള ഒരു കിച്ചൺ ആണെങ്കിൽ ഇതുപോലുള്ള കോർണർ സ്റ്റാൻഡുകൾ യൂസ് ചെയ്യുക. അപ്പം ഒരുപാട് ഐറ്റംസ് നമ്മുടെ കിച്ചണിലുള്ള എല്ലാ മസാല അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം തന്നെ ഈ ഒരു സ്റ്റാൻഡിൽ പോവും. അപ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പും ഷെൽഫും എല്ലാം കുറവുള്ളൊരു വളരെ ചെറിയൊരു കിച്ചൺ ആണെങ്കിലും നമുക്കിത് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഓർഗനൈസേഴ്സും സ്റ്റാൻഡ്സും ഇത് നമ്മുടെ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്, അതുപോലെ ആമസോണിലും അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഇതുപോലെ വരുന്ന അണ്ടർ ഷെൽഫ് ബാസ്ക്കറ്റ്സ് ആണ്. ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് പലതരം പാത്രങ്ങൾ, അതല്ലെങ്കിൽ ടീ കപ്സ്, അതും അല്ലെങ്കിൽ ഇതുപോലുള്ള കിച്ചൺ റോൾസ്, ക്ലിങ് റാപ്പ്, കിച്ചൺ ടവൽസ്, അങ്ങനെ ഏത് ഐറ്റം വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും സ്റ്റോർ ചെയ്ത് വെക്കാനും സാധിക്കും. ഇതുപോലുള്ള സ്റ്റാൻഡുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ 2 ഹൈറ്റിൽ നമുക്ക് വെർട്ടിക്കൽ സ്പേസ് യൂസ് ചെയ്യാവുന്ന രീതിയിൽ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് നമ്മുടെ കൗണ്ടർ ടോപ്പും നീറ്റായിട്ട് വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇത് നമ്മുടെ സാധാരണ ഷെൽഫുകളിൽ കാണുന്ന പ്ലേറ്റ് റാക്കാണ്, നമ്മൾ ലിഡുകളൊക്കെ വെക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ സൈഡിലാണ് നോൺ സ്റ്റിക്ക് തവാസൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അതെനിക്ക് കുറച്ച് കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. ഇങ്ങനെ ചെരിച്ച് വെക്കുമ്പോൾ അത് കറക്റ്റായിട്ട് അങ്ങ് ഫിറ്റായിട്ട് ഇരുന്നോളും. ഇതുപോലെ നോൺ സ്റ്റിക്ക് ഓർഗനൈസേഴ്സൊക്കെ ഒരുപാട് ആമസോണിൽ അവൈലബിൾ ആണ് കേട്ടോ, നല്ല രീതിയിൽ സ്റ്റാക്ക് ചെയ്ത് വെക്കുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ മൺചട്ടി, കൽച്ചട്ടി അങ്ങനത്തെ സംഭവങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. സാധാരണ നമ്മുടെ പ്ലാസ്റ്റിക് റാക്ക് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു തട്ട് പോയപ്പോൾ ഞാനിങ്ങനെ വെർട്ടിക്കൽ കുറച്ച് ഡിവിഷൻസ് വരാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ചീനച്ചട്ടി, പിന്നെ ഇടയിൽ ഒരു നമ്മുടെ പത്തിരിക കുഴയ്ക്കുന്ന ഒരു പാത്രം, പിന്നെ ദോശച്ചട്ടികൾ, ഇതെല്ലാം നമുക്ക് വെർട്ടിക്കലായിട്ട് ഈ സ്റ്റാൻഡിൻ്റെ സൈഡിൽ നമുക്ക് വെക്കാവുന്നതാണ്. അപ്പം ഇത് അത്യാവശ്യം നല്ലോണം വെയിറ്റ് ഹോൾഡ് ചെയ്യുന്നുമുണ്ട്. അപ്പം ഇത് നല്ല രീതിയിൽ എനിക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്. ഇത് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. ഇത് നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ കബോർഡിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് അനുസരിച്ച് ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അപ്പോൾ നമുക്ക് സൈഡിൽ ഏത് പാത്രമാണ് വെക്കുന്നത് അതിനനുസരിച്ച് ഇതിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതാ ഷെൽഫിൽ നമുക്കിതെങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഷോർട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ലോങ് ആയിട്ടുള്ള ഫ്ലാസ്ക് എല്ലാം നമുക്ക് അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് ഇത്ര പൊക്കത്തിൽ നമുക്കൊരു ഫ്ലാസ്ക് എക്സ്ട്രാ അത് വേണ്ട, നമുക്ക് ഫുള്ളായിട്ടുള്ള കബോർഡ് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് ഫുള്ളായിട്ട് തന്നെ വെക്കാം. ഞാൻ ഇതിൻ്റെ മേലെ ഗ്ലാസ് കണ്ടെയ്നേഴ്സ് സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ബാക്കിലായിട്ട് അത്ര ആവശ്യമില്ലാത്ത സാധാരണ ഗ്ലാസ്സുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ കുറച്ച് സ്പൂണുകൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്പൂണുകൾ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പഴയ ടീ കപ്സ്, കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കിട്ടിയ കപ്സൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാം. ഇതുപോലെ നമുക്ക് മാഗസിൻ ഹോൾഡേഴ്സിൽ നമുക്കിതുപോലെ ദോശച്ചട്ടിയും കനമുള്ള സ്റ്റീൽ പാത്രങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് വയ്ക്കാം. അതേപോലെ മാഗസിൻ ഹോൾഡേഴ്സ് നമുക്ക് നമ്മുടെ ട്രേ അതുപോലെ വുഡൻ ചോപ്പർ ഇതെല്ലാം കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ വെക്കാം. അതുപോലെ പല പല മൂടികൾ, ചെറിയ ചെറിയ പ്ലേറ്റുകൾ, ഇതെല്ലാം തന്നെ നമുക്ക് ഈ മാഗസിൻ ഹോൾഡർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി നമുക്ക് ഒരു ടിഷ്യൂ വെക്കുന്ന സ്റ്റാൻഡ് DIY ചെയ്ത് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. ഇത് നമ്മുടെ സാധാരണ ഒരു ഹാങ്ങറാണ്. അത് നമുക്ക് സൈഡിൽ കട്ട് ചെയ്താൽ പഴയ ഹാങ്ങേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇതുപോലെ നമ്മുടെ ടിഷ്യൂ കയറ്റി വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്കത് വലിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഇത് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ വേസ്റ്റ് വരുന്ന പ്ലാസ്റ്റിക് കവറുകളെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. ഇത് നമുക്ക് വാളിൽ ഹാങ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ഇതുപോലുള്ള സിങ്ക് കാഡീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ലീനിങ് ഐറ്റംസ് എല്ലാം തന്നെ ഓർഗനൈസ് ചെയ്ത് വെക്കാനും, അതുപോലെ നമ്മൾ ക്ലീനിങ്ങിന് പോകുമ്പോഴത്തേനും ഇതുപോലെ
ഈ ബാസ്ക്കറ്റ് ഇതുപോലെ എടുത്തിട്ട് കൊണ്ടുപോയി ക്ലീൻ ചെയ്ത് തിരിച്ചു കൊണ്ടുപോകാം. പല ഐറ്റംസ് നമുക്ക് ഇതിനകത്ത് വെക്കാം. ഇതുപോലെ ഗ്ലൗസ്, പിന്നെ പലതരം ക്ലീനേഴ്സ്, ബ്രഷുകൾ, ഇതെല്ലാം വെച്ചിട്ട് നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് സൂക്ഷിക്കാനും അതൊരു സ്ഥലത്ത് സൂക്ഷിച്ച് പെട്ടെന്ന് തന്നെ എടുത്ത് കൊണ്ടുപോകാനും തിരിച്ചു വയ്ക്കാനും നമുക്ക് ഈസി ആയിരിക്കും. പിന്നെ നമുക്ക് ഹുക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് തന്നെ ഒരു ക്ലീനിങ് സ്റ്റേഷൻ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ കയ്യിലുള്ള എല്ലാ മോപ്പുകളും ബ്രഷുകളും എല്ലാം കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഹാങ് ചെയ്തിടുവാണെങ്കിൽ അത് ഒത്തിരി നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഡോസിൻ്റെ ബാക്കിലൊക്കെ നമുക്ക് ഹാങ് ചെയ്ത് ഈസി ആയിട്ട് ഹാങ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിനെ പറ്റിയ ഓർഗനൈസേഴ്സും നമുക്ക് ആമസോണിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതാണ് താല്പര്യമെങ്കിൽ അത് വാങ്ങി യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വിചാരിക്കുന്ന കുറച്ച് സ്റ്റോറേജ് ആൻഡ് ഓർഗനൈസേഷൻ ഐഡിയാസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.